ചിരിക്കേണ്ട കാര്യങ്ങൾക്ക് പോലും ഗൗരവം വരും. ഇത് വീടുകളിലൊക്കെ പ്രശ്നം ഉണ്ടാകും. പെണ്ണുങ്ങളൊക്കെ ഇത് നോക്കിയായിരിക്കും ഇടപെടുന്നത്, വീട്ടിലെ സ്ത്രീജനങ്ങൾ. അപ്പോൾ എന്താ ഇന്നൊരു ഗൗരവം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഇടയായി. ഇവിടെ എല്ലാം നമ്മൾക്ക് നിറം ഒരു വലിയ ഘടകമാകുന്നുണ്ട്. ഇപ്പോൾ ലക്കി നമ്പർ ഉണ്ട്, അതായത് ഭാഗ്യ നമ്പർ. അതുപോലെ തന്നെ ചിലർക്ക് ചില നിറം, ലക്കി കളർ എന്ന് പറഞ്ഞിട്ട് പലരും പറയാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഈ ജ്യോതിഷ പ്രകാരം ഇങ്ങനെ ലക്കി കളറൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ലക്കി കളറുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് കാര്യം. ഇത് ഏൻഷ്യൻ സൈക്കോളജി ആണല്ലോ ഇത്. എന്ന് വെച്ചാൽ സൈക്കോളജി എന്ന് വെച്ചാൽ നിസ്സാരമായി കാണരുത്. ഒരു മനുഷ്യ മനസ്സിൻ്റെ അനന്ത സാധ്യതകളെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഭാരതത്തിലെ ഋഷികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സമ്പ്രദായമാണ് ഭാരതീയ ജ്യോതിഷം. ഇപ്പോൾ മനുഷ്യ മനസ്സിൻ്റെ അനന്ത സാധ്യതകൾ അവൻ്റെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ് തലങ്ങളിൽ കിടക്കുകയാണ്. അതിനെ എങ്ങനെ പുറത്തേക്ക് എടുക്കാമെന്നാണ് ജ്യോതിഷത്തിൻ്റെ ആത്യന്തികമായ ഗവേഷണം. അതിൽ ഒരു ഭാഗമാണ് ഈ നല്ല അവരവർക്ക് അനുയോജ്യമായ നിറങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചൈനീസ് വാസ്തുശാസ്ത്രമായ ഫെങ്ഷുയി അനുസരിച്ച് നോക്കുമ്പോൾ ഓരോ മുറിയും ഇന്ന നിറം കൊണ്ട് അലങ്കരിച്ചാൽ ഗുണം കിട്ടും. ഇപ്പോൾ ഒരു ഭക്ഷണശാലയിലെ നിറം എന്തായിരിക്കണം, ഒരു കിടപ്പ് മുറിയിലെ നിറം എന്തായിരിക്കണം, ഒരു വിശ്രമ മുറിയിലെ നിറം എന്തായിരിക്കണം, പഠനമുറിയിലെ നിറം എന്തായിരിക്കണം, അടുക്കളയിലെ നിറം എന്തായിരിക്കും, ഇതൊക്കെ നിറക്കൂട്ടുകൾ കൊണ്ട് പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ ഭാരതീയ ജ്യോതിഷം അതിലും അപ്പുറത്തേക്ക് കടന്നിട്ട് ഓരോ വ്യക്തിക്കും വേണ്ടുന്ന ഒരു പൊതുവായ നിറം എന്നുള്ളതിനേക്കാൾ ഉപരി, ഒരു മുറിക്ക് അടുക്കളയ്ക്ക് ഇന്ന നിറം തന്നെയാണ് നല്ലത് എന്നുള്ളതിനേക്കാൾ ഉപരി, അടുക്കളയിൽ പ്രധാനമായി നിൽക്കുന്ന, അതിലെ പാചകം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയുടെ ഗ്രഹനിലയും നക്ഷത്രവും അനുസരിച്ച് ഏത് നിറമായിരിക്കും കൂടുതൽ, അല്ലെങ്കിൽ ആ നിറത്തിൻ്റെ ഏതെങ്കിലും സപ്തവർണ്ണങ്ങളിൽ ഏതെങ്കിലും ഒരു നിറത്തിൻ്റെ ഏത് കൂട്ടിനായിരിക്കും പ്രാധാന്യം എന്ന് വരെ നമുക്ക് കണ്ടെത്താൻ ഒക്കും. എനിക്ക് ഏതായിരിക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ നീങ്ങുന്നത്. ഏതൊക്കെയാണ് അന്ന് ഇതുപോലെ തന്നെ എല്ലാവർക്കും ഉണ്ട്. കാലാവസ്ഥയും ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. കാലാവസ്ഥയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഓരോ ദിവസത്തിൽ ഒരു കളറിന് പ്രാധാന്യം അങ്ങനെ ഉണ്ടോ? അങ്ങനെ അതിലൊരുപാട് ഈ ദശാകാലം, അപഹാരം, ഛിദ്രാപഹാരം എന്ന് പറയുന്നത് പോലെയാണ് ദിവസപ്രധാനമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളതിലൊക്കെ വലിയ ഗവേഷണം, അത് നമുക്ക് അറിയാനൊക്കെ. ചില പ്രഭാഷണ വേദിയിൽ ചില നിറത്തിലുള്ള വസ്ത്രം നമ്മൾ അണിഞ്ഞുകൊണ്ട് നമ്മൾ പോയാൽ അതീവ സൂക്ഷ്മമായി സംസാരിക്കും. ചിലപ്പോൾ അതീവ സൂക്ഷ്മമായി സംസാരിക്കുന്ന ദിവസം എൻ്റെ തന്നെ അനുഭവം പറയുകയാണ്, അതായിരിക്കുമല്ലോ കൂടുതൽ മെച്ചം. അതീവ സൂക്ഷ്മമായി സംസാരിക്കാൻ, പ്രഭാഷണം നടത്താൻ എനിക്ക് സാധിക്കുന്ന ദിവസം, അല്ലെങ്കിൽ ജ്യോതിഷം നോക്കാനോ സ്റ്റേജിൽ പ്രഭാഷണം നടത്താനോ കൂട്ടുകാരുമായി സല്ലപിക്കാനോ ഒക്കെ ഏത് നിറമാണ് എനിക്ക് ഉപകരിച്ചതെന്നുള്ളത് ഉണ്ട്. അത് ചില ദിവസം ചിലതേ ഒക്കൂ എന്നുണ്ട്. എന്നാൽ പൊതുവായിട്ട് എനിക്ക് ശോഭിക്കുന്ന നിറമുണ്ട്, അത് ഏവർക്കും ഉണ്ട്. അത് തന്നെ പൊതുവായിട്ട് ഇണങ്ങുന്ന നിറത്തിന് തന്നെ ഉപനിറങ്ങൾ ഏതല്ല, അതിലൊരു ഗവേഷണമുണ്ട്. ഇത് നമുക്ക് സ്വയം കുറെ കണ്ടെത്താം ജ്യോതിഷ വിധിയിലൂടെ, അല്ലാതെ നമ്മളെ കുറിച്ച് നമ്മുടെ ഓരോ ദിവസത്തെ നീക്കങ്ങളെ കുറിച്ച്, ആ വസ്ത്രം ധരിച്ചപ്പോഴും ഞാൻ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്തതെന്ന് നമ്മൾ നോക്കാം. ഒത്തിരി ഡയറിയിൽ എഴുതണം, അതിനെക്കുറിച്ച് ഒത്തിരി എഴുതി നമുക്ക് തിരിച്ചറിയണം. പിന്നെ ഒരുപാട് ശബ്ദ സൗന്ദര്യത്തോടെ സംസാരിക്കുന്ന ദിവസം ഒരുപാട് സൂക്ഷ്മതയോടെ ഒക്കണമെന്നില്ല. ശബ്ദ സൗന്ദര്യവും സൂക്ഷ്മതയും ആശയ സൂക്ഷ്മതയും ഉള്ള ദിവസം, മനസ്സിലായില്ല, ഉച്ചാരണ സൂക്ഷ്മത ഉണ്ടാവണമെന്നില്ല. ശബ്ദ സൗന്ദര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ശബ്ദ സൂക്ഷ്മത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഉച്ചാരണ സൂക്ഷ്മത ഉണ്ടാവണമെന്നില്ല. ഇപ്പം ഈ കേരളത്തിലെ നമ്മുടെ പ്രമുഖ ഗായകൻ ശബ്ദ സൗന്ദര്യവും ഉച്ചാരണ സൗന്ദര്യവും എല്ലാം കൂടി ഉണ്ടല്ലോ. മറ്റു പല ഗായകരും സംഗീത സൗന്ദര്യം ഉണ്ടായപ്പം ശബ്ദ സൗന്ദര്യമില്ല, ശബ്ദ സൗന്ദര്യവും സംഗീത സൗന്ദര്യവും കൂടെ ഉണ്ടായപ്പം ഈ ഉച്ചാരണ സൗന്ദര്യമില്ല. വ്യഞ്ജനാക്ഷരം, ചില്ലക്ഷരം ഒക്കെ ഉപയോഗിക്കുക. ഇന്നെന്നൊക്കെ പറയുമ്പോൾ ഇന്നൊക്കെ കേൾക്കണം, എൻഡിങ് സൂക്ഷ്മമാണ്. ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ഒരു വസ്ത്രം പ്രധാനമാണ്. പിന്നെ മുഖഭാവം, ചില ദിവസം നമ്മുടെ മുഖത്ത് നാനാഭാവങ്ങൾ വരുത്താൻ ചില നിറങ്ങൾക്ക് സാധിക്കും. ചില ദിവസം നമ്മൾ വളരെ അരണ്ട ഭാവത്തിലായിരിക്കും, മങ്ങിയ ലൈറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും. ഒന്നും അങ്ങോട്ട് ഈ ഒരു പനിയൊക്കെ വന്ന് പുറത്തതിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന അടഞ്ഞ ഭാവം വരും. ചില ദിവസം നമ്മൾ വളരെ ബോൾഡായിരിക്കും, നമ്മൾ ചില ഗൗരവം മാത്രമായിരിക്കും മുഖത്ത് വരുന്നത്. ചിരിക്കേണ്ട കാര്യങ്ങൾക്ക് പോലും ഗൗരവം വരും. ഇത് വീടുകളിലൊക്കെ പ്രശ്നം ഉണ്ടാകും. പെണ്ണുങ്ങളൊക്കെ ഇത് നോക്കിയായിരിക്കും ഇടപെടുന്നത്, വീട്ടിലെ സ്ത്രീജനങ്ങൾ. അപ്പോൾ എന്താ ഇന്നൊരു ഗൗരവം എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അത് പൊട്ടിത്തെറിക്കാനൊക്കെ ഇടയായി. ഇവിടെ എല്ലാം നമ്മൾക്ക് നിറം ഒരു വലിയ ഘടകമാകുന്നുണ്ട്. അപ്പോൾ ആത്യന്തികമായി എനിക്ക് എൻ്റെ ഗ്രഹനില അനുസരിച്ച് ഏത് നിറമായിരിക്കണം എന്നുള്ളത്
പ്രധാനമാണ്. ഇതിൻ്റെ ഒരു ഉപഭാവമാണ് നമ്മൾ രത്നങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് വരുന്നത്. ഇപ്പം മഞ്ഞ നിറം പ്രധാനമായിട്ടുള്ളവർക്ക് മഞ്ഞ പുഷ്യരാഗവും ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. ചുവപ്പ് നിറം വേണ്ടവർക്ക് ചുവന്ന നിറത്തിലുള്ള മാണിക്യവും മരതകവും ഒക്കെ എന്ന് പറയുന്ന രീതിയിൽ. നമുക്ക് രത്നങ്ങളെ കുറിച്ച് ഇവിടെ പറയേണ്ടതില്ല, അതുകൊണ്ട് ഞാൻ അതെടുത്ത് ഇത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മഞ്ഞ നിറം എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഏതാണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം, അതുപോലെ നിങ്ങൾക്കും അറിഞ്ഞിരിക്കണം. നമ്മളതങ്ങനെ നമ്മുടെ ദശാപ്രകാരം ഉള്ള കളേഴ്സിനോട് നമുക്ക് എന്തെങ്കിലും അട്രാക്ഷൻ തോന്നും? ദശ അത് പറയാപ്പോഴ അതിനെക്കുറിച്ച് ചില ദശാകാലത്ത് നമുക്ക് ചില നിറത്തിനോട് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ചില ദശാകാലം അനുസരിച്ച് ചില കല്ല് ധരിക്കാൻ കല്ലിൻ്റെ വിദഗ്ധരൊക്കെ പറയുന്നത്, രത്ന വിദഗ്ധരൊക്കെ പറയുന്നത്. അപ്പോൾ എന്നാൽ കോമൺ ആയിട്ട് പൊതുവായിട്ടൊരു നക്ഷത്രക്കാരൻ ജന്മനക്ഷത്രക്കല്ല് ദശകൾ അനുസരിച്ച് വയ്ക്കേണ്ട കല്ലുകൾ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായി കൊടുക്കുന്ന അങ്ങനെ ഇതുപോലെ തന്നെ നിറത്തിലുമുണ്ട്. എൻ്റെ ഗ്രഹനിലയിൽ ഏത് ഗ്രഹമാണോ എന്നെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ സാധ്യത, എൻ്റെ ജീവിതത്തിനെ സമസ്ത തലങ്ങളിലും വികസിപ്പിക്കാൻ സമഗ്രമായ വികാസം തരാൻ സാധ്യത, അതിനൊരു നിറമുണ്ട്. അതിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാം. ഇപ്പോൾ ഈ ശനിയുടെ അപഹാരം അല്ലെങ്കിൽ ശനി ഭയങ്കരമായിട്ട് നമ്മളിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ കറുപ്പിനോടും അതൊക്കെ പിൽക്കാല ജ്യോത്സ്യന്മാർ കൂടുതൽ കൊണ്ടുവന്ന ആശയങ്ങളാണ്. നമ്മുടെ പൗരാണിക ജ്യോത്സ്യന്മാരും അങ്ങനെ കൂടുതൽ ചെയ്തതായിട്ട് കാണുന്നില്ല. ഒരു ഗ്രന്ഥത്തിലും അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കുന്ന. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് കറുപ്പിടുമ്പോൾ ഒന്നുകൂടെ പ്രശ്നമാകുന്നതായിട്ടാണ് പലപ്പോഴും കണ്ടത്. അല്ല, നമുക്ക് അങ്ങനെ താല്പര്യം തോന്നുന്നു എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അതില്ല, ഇപ്പോ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുമല്ലോ, അങ്ങനെ തോന്നുവോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും തോന്നാം. കാരണം ഈ ഷുഗർ രോഗികൾക്ക് ചക്കപ്പഴം, അതുവരെ ചക്കപ്പഴം തിന്നാത്ത ആള് പഴുത്തയൊക്കെ ഷുഗർ വന്നതിന് ശേഷം ഒരു ചക്കയൊക്കെ ഒരുമിച്ച് കഴിച്ചുകളെ എന്ന് പറഞ്ഞ പോലെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് നമുക്ക് ദോഷം വരുന്നതനുസരിച്ച് നമുക്ക് അത് തന്നെ ധരിക്കാൻ തോന്നും. ഈ കറുത്ത വസ്ത്രം അണിഞ്ഞുകൊണ്ട് ജ്യോതിഷം നോക്കാൻ പോകരുതെന്ന് പറയും. പക്ഷെ ഒത്തിരി ദോഷമുണ്ടെങ്കിൽ അന്ന് അറിയാതെ കറുത്ത വസ്ത്രം തന്നെ എടുത്തിടും എന്ന് പറഞ്ഞ പോലെ വരും. നമ്മളിപ്പോൾ അതല്ല പറഞ്ഞത്, നമ്മളെ ഉത്തേജിപ്പിക്കാൻ നിറത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച്, നിറത്തിൻ്റെ. അപ്പോൾ ഗ്രഹനിരയിൽ ഏതൊക്കെ ഗ്രഹമാണോ എന്നെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ സാധ്യത, അതിനനുസരിച്ച് ധരിപ്പിക്കുന്ന ആ നിറം നമ്മൾ പ്രധാനമായി ധരിക്കാൻ പറയുന്ന ഒരു ശൈലിയുണ്ട്. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ മംഗലം സഞ്ജയനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ മംഗലം സഞ്ജയനുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.